CPIM വയനാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിനെതിരെ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലികൾ വിപരീത ഫലമുണ്ടാക്കി. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി തുടങ്ങിയ പ്രയോഗങ്ങൾ അപമതിപ്പുണ്ടായി എന്നും വിമർശനം ഉയർന്നു. എം കമൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. വലിയ വിമർശനമാണ് ജില്ലാ ഘടകങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴത്തെ വയനാട്ടിൽ നിന്നും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണല്ലോ. എന്താണ് അവിടെ ഉണ്ടായ വിമർശനങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് വയനാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. CPIM-ന്റെ രാത്രി ഏതാണ്ട് 8 മണി വരെ യോഗം നീണ്ടു. ഇടതുമുന്നണി കൺവീനറും സെക്രട്ടേറിയറ്റ് അംഗവുമായ TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഇതിലാണ് പ്രതിനിധികൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയത്. മറ്റ് ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉയർന്നതിന് സമാനമായ വിമർശനമാണ് ഉയർന്നത്. അതായത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി വലിയ രീതിയിൽ ദോഷം ചെയ്തു. അത് വിപരീത ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. മാത്രമല്ല, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തുടങ്ങിയ പരാമർശങ്ങൾ, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംഘടനാ തത്വങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് എന്നുള്ള വിമർശനമുയർന്നു. മറ്റൊന്ന്, ഈ വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ടൗൺഷിപ്പ്, തുരങ്കപാത തുടങ്ങിയ വികസന പദ്ധതികൾ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്ന പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ ചോർന്നു. സുൽത്താൻ ബത്തേരിയിൽ BJP-യുടെ വളർച്ച തടയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പാർട്ടിയുടെ കോട്ടയായ മാനന്തവാടി തിരുനെല്ലി പഞ്ചായത്തിൽ വോട്ട് ചോർന്നത് ഗൗരവമായി പരിശോധിക്കണം തുടങ്ങിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്ന് സമാനമായ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം വയനാട് ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായി. മോദി. ശരി കമൽ. വയനാട് നിന്നും അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. ചില ശൈലികൾ അത് മോശം ഫലമുണ്ടാക്കി എന്നത് തന്നെയാണ് അവിടെയും നിരീക്ഷണമായി പറയുന്നത്.